ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂർ ഏത്തായിൽ ഗവർണറെ കരിങ്കൊടി കാട്ടിയ 14 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇരിങ്ങാലക്കുടയിൽ ഗവർണർക്കെതിരെ വ്യാപക പോസ്റ്ററുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത. ദേശീയ ഉപതെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കണമെന്ന അതിരൂപത സർക്കുലർ. സന്ധ്യ മയങ്ങിയാൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡ് ഇരുട്ടിൽ. രാത്രികാലങ്ങളിൽ വൈദ്യുതി നിലയ്ക്കുന്നത് ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുർബ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. മീനമാസത്തിലെ തിരുവോണനാളിൽ ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും. സപ്ലൈകോയിൽ 13 സബ്സിഡി സാധനങ്ങളുടെ വില വീണ്ടും വർദ്ധിക്കും. സബ്സിഡി ഇനി പരമാവധി 35% വരെ മാത്രം. വിശദമായ വാർത്തയിലേക്ക്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ഏങ്ങണ്ടിയൂർ ഏത്തായിലാണ് ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. 2 വനിതകൾ ഉൾപ്പെടെ 14 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിലെത്തിയാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. CRPF സുരക്ഷയും പോലീസ് സുരക്ഷയും മറികടന്നായിരുന്നു പ്രതിഷേധം. കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. ഇരിങ്ങാലക്കുടയിൽ ഗവർണർക്കെതിരെ SFIയുടെ പോസ്റ്റർ പ്രചരണം. ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്ന ടൗൺഹാൾ പരിസരത്താണ് വ്യാപകമായ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. സംഘി ചാൻസലർ ഗോ ബാക്ക്, ഗോഡ്സെയുടെ സ്വന്തം ആരിഫ് ഖാൻ എന്നുമാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. SFI IJKയുടെ പേരിലാണ് പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർത്ത് തൃശൂർ അതിരൂപത. ഈ മാസം 25-നാണ് സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി 18-ന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കും. രാഷ്ട്രീയ പാർട്ടികളെ സഭയുടെ ആശങ്കയും ആവശ്യവും അറിയിക്കുകയാണ് ജാഗ്രതാ സമ്മേളനത്തിന്റെ ലക്ഷ്യം. സമുദായ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സർക്കുലറിൽ രാജ്യത്താകമാനം മത ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന സാഹചര്യം പറയുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിനെതിരെ യാതൊരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ വിമർശനം സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് സർക്കുലറിൽ പരാമർശിച്ചിട്ടുണ്ട്. രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ നാം ജാഗ്രതാപൂർവ്വം സമീപിക്കേണ്ടതുണ്ട്. രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഇടവകകൾക്കായി ഇറക്കിയ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടി. 25-ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ ബിഷപ്പുമാർ അടക്കമുള്ളവരും സമുദായ നേതാക്കളും ഇടവകകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും പങ്കെടുക്കും. സന്ധ്യ മയങ്ങിയാൽ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ഇരുട്ടിൽ. പതിവായി വൈദ്യുതി നിലയ്ക്കുന്നത് ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ബസ് ഉടമകൾ. രാത്രി 7 മണിക്ക് ശേഷം തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഏതു നിമിഷവും വൈദ്യുതി ബന്ധം നിലയ്ക്കാം. പിന്നെ എപ്പോൾ വെളിച്ചം വരുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണ്. ഏതാനും ദിവസങ്ങളായി തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഈ ദുരവസ്ഥ തുടരുകയാണ്. ദിനംപ്രതി 1500-ലേറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന സ്റ്റാൻഡാണിത്. ബസ്സുകൾക്ക് ഇരുട്ടുമൂലം ട്രാക്കിൽ പാർക്ക് ചെയ്യാനോ യാത്രക്കാർക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി VS പ്രദീപ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡായ തൃശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ സ്ഥിരമായി വൈദ്യുതി ഇല്ലാത്തത് മൂലം രാത്രികാലങ്ങളിൽ സ്വകാര്യ ബസ്സുകൾക്ക് വലിയ പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. ബസ്സുകൾ പാർക്ക് ചെയ്യാനോ അതുപോലെ തന്നെ യാത്രക്കാർക്ക് കൃത്യമായി ബസ്സുകളെ മനസ്സിലാക്കാനോ വൈദ്യുതി ഇല്ലാത്തത് മൂലം കഴിയുന്നില്ല.
തൃശൂർ കോർപ്പറേഷന്റെ അധികാരികളുടെ തെറ്റായ നയം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതുമൂലം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്കൊക്കെ വലിയ പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. സ്വകാര്യ ബസ്സുകാരെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ സ്ഥിരമായി ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിലെ ഫീസ് ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇരുട്ടത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ്. ട്രാൻസ്ഫോമറിന്റെ തകരാറാണ് വൈദ്യുതി ബന്ധം നിലയ്ക്കാൻ കാരണമെന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറയുമ്പോഴും നടപടി വേണമെന്നാണ് ബസ്സുടമകളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. TC വിനോസ്, തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും അനന്തരാവകാശിയും ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വലിയ തമ്പുരാൻ സമ്മാനിച്ച പവിഴമാലയണിഞ്ഞെത്തിയ ആനന്ദൻ 3 വട്ടം ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം പൂർത്തിയാക്കി വടക്കേ നടയിലെ കോഴിക്കല്ലിനുമേൽ ചെമ്പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങിയതോടെ ക്ഷേത്രാങ്കണത്തിൽ ഇടമുക്ക് മൂപ്പന്മാർ വേണാടൻ കൊടികൾ ഉയർത്തി. മീനമാസത്തിലെ തിരുവോണനാളിൽ ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും. അശ്വതി നാളിലെ കാവുതീണ്ടലാണ് ഭരണിയാഘോഷത്തിലെ പ്രധാന ചടങ്ങ്. വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ചുള്ള ഭരണിവേല ആഘോഷിക്കുന്നു. വെങ്ങിലശ്ശേരി അയ്യപ്പൻകാവ് കുതിരകളെ മതിൽക്കെട്ടിനകത്തേക്ക് കയറ്റി പുണ്യാഹം തളിച്ചതോടെയാണ് ഭരണിവേലയ്ക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന നടക്കൽ പറക്കലിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി, മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കുതിരകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വേലയുടെ പ്രധാന ആകർഷണമായ അരിത്താലത്തിന് വൈകിട്ട് തിരികൊളുത്തും. രാത്രി പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ 101-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന അരിപ്പറമേളവും അരങ്ങേറും. നാളെ പുലർച്ചെ തയ്യൂർ ദേശകുതിര ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. സപ്ലൈകോയിൽ 13 ഇന സബ്സിഡി സാധനങ്ങളുടെ വില വീണ്ടും വർദ്ധിക്കും. പരമാവധി 35% മാത്രം സബ്സിഡിയാകും ലഭിക്കുക. നേരത്തെ 55%-ഓളം സബ്സിഡി ലഭിച്ചിരുന്നു. ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. സബ്സിഡി സാധനങ്ങളുടെ വില വർധനയ്ക്ക് മന്ത്രിസഭാ യോഗം ഇന്നലെയാണ് അംഗീകാരം നൽകിയത്. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ടയരി, പച്ചരി എന്നിവയ്ക്കാണ് വില വർദ്ധിക്കുക. അതേസമയം ഭക്ഷ്യവകുപ്പിന് 70 കോടി അനുവദിച്ചതായും സിവിൽ സപ്ലൈസ് വകുപ്പിന് ഇത്തവണ പണം കുറഞ്ഞിട്ടില്ലെന്നും ധനമന്ത്രി കെൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. പെരുവല്ലോ കോട്ടുകുറുമ്പ ക്ഷേത്രത്തിലെ പൂരത്തിനെത്തിച്ച ആനയുടെ വാൽ പിടിച്ചു വലിച്ചതിനെ തുടർന്ന് പ്രകോപിതനായ ആന മധ്യവയസ്കനെ അടിച്ചിട്ടു. പരിക്കേറ്റ പെരുവല്ലൂർ സ്വദേശി അശോകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആയിരം സാംസ്കാരിക വേദിയുടെ എ അയ്യപ്പൻ കവിതാ സ്മാരക പുരസ്കാരത്തിന് അനിത തമ്പി അർഹയായി. മുരിങ്ങ, വാഴ, കറിവേപ്പ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 11,111 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം വൻ ജനപങ്കാളിത്തത്തോടെ തൃശൂരിൽ തുടരുന്നു. കേരള സംഗീത നാടക അക്കാദമിക്ക് സമീപമുള്ള 7 വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിന്റെ 7ാം ദിവസം തോപ്പിൽ വാസി ബ്ലാക്ക് ബോക്സിംഗ് ഇറ്റാലിയൻ നാടകമായ സ്റ്റൂ പോർസ അരങ്ങേറി. പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തെ തുടർന്നുണ്ടായ ദുഃഖം ഭിന്ന രീതിയിൽ വിവരിക്കപ്പെടുന്ന നാടകം നിറഞ്ഞ സദസ്സിലാണ് അരങ്ങേറിയത്. എയ്നത്ത് വെയ്മാന്റെ ഏറ്റവും പ്രസിദ്ധമായ പാലസ്തീൻ നാടകമായ ഹൗ ടു മേക്ക് എ റവല്യൂഷൻ, തൃശൂർ കോഗ്നിസൻ പപ്പറ്റ് തിയേറ്ററിന്റെ പാപ്പിസോറ, ചിലിയിൽ നിന്നുള്ള സ്പാനിഷ് നാടകമായ ഫ്യൂയിഗോ, റോഹോ എന്നീ അവതരണങ്ങളും വിവിധ വേദികളിൽ ഇന്ന് അരങ്ങേറും. നാടകോത്സവത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച ഫിൻലാൻഡിൽ നിന്നുള്ള ജോണി ഗോഡ് ഹിസ് ഗൺ, പാലസ്തീൻ നാടകമായ ഹൗ ടു മേക്ക് എ റവല്യൂഷൻ, ഫ്യൂയിഗോ, റോഹോ, പാപ്പിസോറ എന്നീ നാടകങ്ങളും അരങ്ങേറും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവ് ചെയ്ത് അമ്പാടിക്കുളം നവീകരണത്തിന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, മുൻമന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൌൺസിലർ സജിത ഷിബു അധ്യക്ഷത വഹിച്ചു.
സ്കൂളുകളിലും കോളേജുകളിലും വിജ്ഞാനം നേടുന്നതിനൊപ്പം എല്ലാവരെയും ആദരിക്കണമെന്നുള്ള ഭാരതീയ സംസ്കാരം കൂടി വിദ്യാർത്ഥികൾ സ്വായത്തമാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പേരകം ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമവാസനകൾ ഉണർത്തുന്നതാകരുത് വിദ്യാഭ്യാസമെന്നും എല്ലാവരും മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുന്ന ഭാരതീയ സംസ്കാരമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സംസ്കാരമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീനിവാസൻ പണിക്കശ്ശേരി അധ്യക്ഷനായിരുന്നു. വിദ്യാലയത്തിന്റെ CBSE അഫിലിയേഷൻ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി PG ഷൈൻ, പ്രിൻസിപ്പൽ സിന്ധു കെ ഇട്ടിയത്ത്, ഭാരതീയ വിദ്യാനികേതൻ പ്രസിഡന്റ് P ഗോപാലൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം BN നസീർ ധർണ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ET ബൈജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി T സുജാത, VM കരീം, സാജൻ ഇഗ്നീഷ്യസ്, MK പശുപതി എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ കണക്കിൽപ്പെടാത്ത ഒരു ക്ലാസ് മുറി മാത്രമുണ്ടായിരുന്ന LKG നമ്മുടെ വിദ്യാലയങ്ങളിൽ പുതിയതായി നിർമ്മിച്ച വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര പുരയുടെ ഉദ്ഘാടനവും കുതിര ശില്പികളെ ആദരിക്കലും നടന്നു. 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദേശകുതിരയെ മണിമലർക്കാവിലേക്ക് കൊണ്ടുപോകുന്നത്. ക്ഷേത്ര കമ്മിറ്റിയിൽ ദേശവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഭരണസമിതി അനുവാദം നൽകിയതിനെ തുടർന്നാണ് പുതിയ കുതിരയും കുതിരപ്പുരയും നിർമ്മിച്ചത്. വെള്ളാറ്റഞ്ഞോ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര ഉത്സവ പറമ്പിലാണ് കുതിരപ്പുര നിർമ്മിച്ചിട്ടുള്ളത്. പട്ടുചുറ്റിയ ഭഗവതി കുതിരയ്ക്ക് മുകളിൽ വെള്ളോടിയും പട്ടുകുടയും ചേർത്താണ് കുതിരയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ക്ഷേത്രം മുൻ മേൽശാന്തി മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കുതിരശില്പികളെ ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് KM ബവിൻ അധ്യക്ഷനായി. രക്ഷാധികാരി PN അനിൽ, മുൻ മേൽശാന്തി മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി, കൂട്ടുമുഴിക്കൽ ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് MSG നായർ തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടി കാടുമുറ്റി പഞ്ചായത്തുകളുടെ കാത്തിരിപ്പിന് വിരാമം. പാറക്കുട്ടം കുടിവെള്ള പദ്ധതി നാളെ നാടിന് സമർപ്പിക്കും. കേരളത്തിൽ ജൽജീവൻ മിഷൻ ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതി എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. പദ്ധതിയുടെ പ്ലാന്റ് കൊരട്ടി പാറക്കൂട്ടത്തും പമ്പ് ഹൌസ് മുരിങ്ങൂരിലുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൊരട്ടി കാടുകുറ്റി പഞ്ചായത്തുകളിലുമായി 11,000-ഓളം വീടുകളിലേക്ക് പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭിക്കും. കിഫ്ബി ഫണ്ടിൽ നിന്നും 11 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. യൂണിറ്റിലെ പമ്പിന് പ്രതിദിനം 6 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ശേഷിയുണ്ട്. പുതുതായി നിർമ്മിച്ച 9 ദശലക്ഷം ശേഷിയുള്ള OH ടാങ്കിനോടൊപ്പം നിലവിലെ 6.65 ദശലക്ഷം ശേഷിയുള്ള ടാങ്കും പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തും. ചാലക്കുടി പുഴയിൽ നിന്ന് മുരിങ്ങൂരിലെ പമ്പ് ഹൌസിലേക്കും പാറക്കൂട്ടം പ്ലാന്റിലും എത്തിക്കുന്ന ജലം 7 ഘട്ട ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയാണ് വിതരണം നടത്തുന്നത്. നിലവിൽ മേലൂർ ദേവരാജഗിരിയിലുള്ള പ്ലാന്റിൽ നിന്നാണ് കൊരട്ടി മേലൂർ പഞ്ചായത്തുകളിൽ ജലവിതരണം നടത്തുന്നത്. പുതിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പഴയ പ്ലാന്റിൽ നിന്ന് മേലൂരിൽ മാത്രമായി സ്വതന്ത്ര ജലവിതരണം സാധ്യമാകുമെന്നതിനാൽ 3 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും പുതിയ പ്ലാന്റിന്റെ ഗുണം ലഭിക്കും. ഒപ്പം ഇടവേളകളനുസരിച്ച് നടന്നിരുന്ന ശുദ്ധജല വിതരണം ഇനി എല്ലാ ദിവസങ്ങളിലും നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി നാടിന് സമർപ്പിക്കും. TCV ന്യൂസ്, ചാലക്കുടി. കേരള പദയാത്രയുടെ ഭാഗമായി ജില്ലയിലെത്തിയ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനത്തിന് ശേഷം മേഖലയിലെ വിവിധ സാമുദായിക സംഘടനാ ഭാരവാഹികളുമായും മുതിർന്ന പാർട്ടി പ്രവർത്തകരുമായി സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. BJP മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, സെക്രട്ടറി LK മനോജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, PS അനിൽകുമാർ, സെൽവൻ മണക്കാട്ടുപടി എന്നിവരും BJP സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ തെക്കുംകര പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ ധർണ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയാണ് കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ തോമസ് പുത്തൂർ, സുനിൽ ജേക്കബ്, TA ശങ്കരൻ, K ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് 4 മാസം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നപ്പോൾ ഈ സംസ്ഥാനത്ത് കൊടകരയിൽ റോഡിലേക്ക് വളരുന്ന വൃക്ഷങ്ങൾ അപകട ഭീഷണിയാകുന്നു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കൊടകര കോടാലി റോഡിലേക്ക് വൃക്ഷത്തലപ്പുകൾ വളർന്നു നിൽക്കുന്നതാണ് വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ റോഡിലെ പല ഭാഗങ്ങളിലും മരക്കൊമ്പുകൾ റോഡിലേക്ക് വളർന്നു നിൽക്കുകയാണ്. മഴക്കാലത്തിന് മുൻപ് മരക്കൊമ്പുകൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുള്ളതായി പൊതുപ്രവർത്തകനായ ആൻഡ്രു ചെമ്മഞ്ചേരി പറഞ്ഞു. അത് മറ്റത്തൂര് മുതൽ
3 മുറി വില്ലേജ് ഓഫീസ് വരെ പല സ്ഥലങ്ങളിലായിട്ട് മരച്ചില്ലുകൾ വളർന്നു നിൽക്കുകയാണ്. ഈ മരച്ചില്ലുകൾ വണ്ടിയുടെ ഗ്ലാസ്സുമോ തട്ടുമ്പോൾ ഡ്രൈവർമാർ മറ്റേ സൈഡിലേക്ക് വണ്ടി മാറ്റും. ആ സൈഡിൽ വരുന്ന വണ്ടിക്കാർക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബില്ലടയ്ക്കാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക സിം കട്ടാക്കി BSNL. ഈ മാസം 8-ാം തീയതി മുതൽ കോളുകൾ കട്ട് ചെയ്തിരുന്നു. നാളെ മുതൽ ഇൻകമിംഗ് കോളുകളും കട്ട് ചെയ്യും. ലൈസൻസ് വിതരണത്തിലും RC ബുക്കിംഗിലും പ്രിന്റിംഗ് പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് BSNLന്റെ നടപടി. അടയ്ക്കാനുള്ള ബില്ല് ഇതുവരെ അടയ്ക്കാത്തതിനെ തുടർന്നാണ് BSNL കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ അനന്യസമേതം പദ്ധതി നടപ്പിലാക്കി. വിദ്യാർത്ഥികളിൽ ജെൻഡർ അവബോധം സൃഷ്ടിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന അനൌപചാരിക വിദ്യാഭ്യാസ പരിപാടിയാണ് അനന്യസമേതം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ, പ്രധാന അധ്യാപിക നൈസി ചെറിയൻ, കോർഡിനേറ്റർ CV സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിൽ 3 ദിവസത്തെ ഗ്രാമോത്സവത്തിന് തുടക്കമായി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷോഭണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റും എളവള്ളി ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഗ്രാമീണ കാർഷിക സാംസ്കാരിക പരിപാടികളും ഉൾക്കൊള്ളിച്ചുള്ളതാണ് ഗ്രാമോത്സവം. എളവള്ളി സാമ്പത്തിക ഉദ്ധാരണ സംഘം ഹാളിൽ നടക്കുന്ന ഗ്രാമോത്സവം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. CBC കേരള ലക്ഷദ്വീപ് മേഖലാ ഡയറക്ടർ V പാർവതി, സെൻട്രൽ ബ്യൂറോ കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദുൾ മനാഫ്, FPA അംജിത് ഷേർ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടും മെയിന്റനൻസ് ഗ്രാന്റും വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ സംഘടനാ ചുമതല നിർവഹിക്കുന്ന K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സൈബുനിസ ഷറഫു, രജിത ഷാജി അമ്മാട്ട്, കോൺഗ്രസ് നേതാക്കളായ സലാം വലിയകത്ത്, AA അബ്ദുൾ മജീദ്, AK അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി അബ്ദുട്ടി കൈതമുക്കിനെ ആദരിച്ചു. ദീർഘകാലം പ്രവാസിയും മാധ്യമ, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമാണ് അബ്ദുട്ടി കൈതമുക്ക്. കേരള പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സജീവൻ വേളത്ത് അധ്യക്ഷത വഹിച്ചു. AK ഹുസൈൻ, ബിജു കൂരിയാക്കോട്ട്, NK കമാൽ തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യത്തെക്കുറിച്ചും അറബ് പണ്ഡിതന്മാരുടെ സാംസ്കാരിക ദൗത്യത്തെക്കുറിച്ചുമൊക്കെ ഏറ്റവും ആധികാരികമായിട്ട് ഈ നാട്ടിൽ കിളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബിന്റെ വാർഷികാഘോഷം വെള്ളി, ശനി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ, ജനറൽ കൺവീനർ സജി ജോസഫ്, ട്രഷറർ K രാഹുൽ, വൈസ് പ്രസിഡന്റ് P വിപിൻ, ജോയിന്റ് സെക്രട്ടറി മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 18 കോടി ചെലവിൽ നിർമ്മിച്ച വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ നടക്കും. ഉച്ചയ്ക്ക് 12-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിക്കും. പുതുക്കാട് മണ്ഡലത്തിലെ വരന്തരപ്പള്ളി, അളഗപ്പ നഗർ, തൃക്കൂർ, നെന്മണിക്കര, പുതുക്കാട് പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്ന ബൃഹത് പദ്ധതിയാണ് തോട്ടുമുഖം ജലസേചന പദ്ധതി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C ബിജു, P വർഗീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ K ആര്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ജില്ലയിൽ തുടർച്ചയായ 3-ാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. എങ്ങണ്ടിയൂർ ഏത്തായിൽ ഗവർണറെ കരിങ്കൊടി കാട്ടിയ 14 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇരിങ്ങാലക്കുടയിൽ ഗവർണർക്കെതിരെ വ്യാപക പോസ്റ്ററുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത ദേശീയ പൊതുതെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കണമെന്നും അതിരൂപത സർക്കുലർ.
സന്ധ്യ മയങ്ങിയാൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡ് റൂട്ടിൽ രാത്രികാലങ്ങളിൽ വൈദ്യുതി നിലയ്ക്കുന്നത് ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. മീനമാസത്തിലെ തിരുവോണനാളിൽ ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും. സപ്ലൈകോയിൽ 13 സബ്സിഡി സാധനങ്ങളുടെ വില വീണ്ടും വർദ്ധിക്കും. സബ്സിഡി ഇനി പരമാവധി 35% വരെ മാത്രം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.